സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത ഏതായാലും തുടരുകയാണ്. നിപ്പ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിൽ തുടരുന്ന പാലക്കാട് സ്വദേശിനിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരും. ജാഗ്രത തുടരുകയാണ്. വിശദാംശങ്ങളുമായി ടി.കെ. അരവിന്ദൻ ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്നും. അരവിന്ദൻ, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ നിപ്പ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിൽ തുടരുന്ന ആ വ്യക്തിയുടെ ആരോഗ്യനില ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ്. ഇന്നലെ അവരുടെ മകൻ്റെ പരിശോധനാ ഫലം അടക്കം നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും ജാഗ്രത വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? നിപ്പ വളരെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമായി തുടരുകയാണ്. കോഴിക്കോട് ചികിത്സയിലുള്ള പാലക്കാട് നാട്ടുകൾ സ്വദേശിയായ 38-കാരിയുടെ ആരോഗ്യനില അതീവ തുടരുന്നു. കഴിഞ്ഞ ദിവസം ഇവർക്ക് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിരുന്നു. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. യുവതിയുടെ ആരോഗ്യസ്ഥിതി വിശകലനം ചെയ്യും. ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തും. അതേസമയം പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 383 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഇതിൽ 241 പേർ മലപ്പുറത്താണുള്ളത്. പാലക്കാട് 142 പേരും, കോഴിക്കോട് 94 പേരും, എറണാകുളത്ത് 2 പേരുമാണുള്ളത്. ഇതിൽ 12 പേർ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽപ്പെട്ട 10 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 5 പേർ ICUവിലാണ് ചികിത്സ തേടിയിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ ഗൗരവമായി തന്നെ നിപ്പ ബാധ തുടരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉചിതമായി നടക്കുന്നു. അതേസമയം നിപ്പ സ്രോതസ് കണ്ടെത്താൻ ഇനിയും ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇടയ്ക്കിടെ വരുന്ന ഈ നിപ്പ ബാധ ആരോഗ്യവകുപ്പിനെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ തലങ്ങളിലും, താഴെ തലങ്ങളിൽ പനിശാഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തി കഴിഞ്ഞു. ഇനിയുള്ളവരെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ നൽകുന്നു, നിരീക്ഷണത്തിലാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സമ്പർക്ക പട്ടിക കൂടുതൽ വിപുലീകരിക്കുന്നു. നിരീക്ഷണം തുടരുകയാണ്.